ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ നമ്മുടെ നാട്ടിൽ ആളുകൾ പഠിക്കാനും പഠിപ്പിക്കാനും അതിനെ ഏറ്റെടുക്കാനും ഒക്കെ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. ഖുർആനോടുള്ള സമീപനം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഴയകാലത്ത് അങ്ങനെ ഒരു സമീപനം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഖുർആൻ എന്ന് പറയുന്നത് വ്യവസ്ഥാപിതമായ മതപഠന സംവിധാനത്തിന്റെ ഭാഗമായി മാറാത്തൊരു പ്രശ്നമുണ്ട്. എങ്കിലും ഖുർആൻ ടോക്ക് ഓഫ് സ്റ്റഡി സെന്ററിലൊക്കെ പോയി നമുക്ക് ഒഴിവുണ്ടാകുമ്പോൾ സൗകര്യം ഉണ്ടാകുമ്പോൾ പഠിക്കുന്ന പഠനങ്ങളാണല്ലോ. കേരളത്തിൽ 25,000-ലധികം മദ്രസകളും, ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും, 10,000-കണക്കിന് അധ്യാപകരും, മതവിദ്യാഭ്യാസ ബോർഡുകളും, ഇത്രയും റെഗുലറായി മതപഠനം നിർവഹിക്കുന്ന വേറൊരു സമുദായം കേരളത്തിലില്ല. നിങ്ങളാലോചിച്ച് നോക്കൂ, സർക്കാരിന്റെ ചോദ്യപേപ്പർ ചോർന്നാലും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ചോദ്യപേപ്പർ ചോരാറില്ല. അവ ഇത് വളരെ വ്യവസ്ഥാപിതമായി ഭംഗിയായി സർക്കാരിന്റെ ഒരു സഹായവുമില്ലാതെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സമുദായം നടത്തുക. സർക്കാരിന്റെ സഹായത്തിന് മദ്രസാധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നതൊക്കെ തെറ്റായ, വ്യാജമായ, 100% കള്ളമായ പദങ്ങൾ. സർക്കാർ ഒരു സഹായം ചെയ്യും, പക്ഷെ നടത്തിപ്പോകാൻ എത്ര സംവിധാനങ്ങൾ, എത്ര അധ്യാപകരുണ്ട്, അവർക്ക് ശമ്പളങ്ങളുണ്ടോ? മദ്രസകളുടെ നടത്തിപ്പ് നമുക്കറിയാം. ഒരു ചെറിയ മദ്രസ നടത്താൻ എന്തൊരു ചെലവായി. ഇതിന്റെ റിസൾട്ട് എന്താ? കേരളത്തെയും കേരളം വഴിച്ചുള്ള മറ്റു സംസ്ഥാനങ്ങളെയും നമ്മൾ താരതമ്യം ചെയ്താൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. മതവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളീയർക്ക് കുറെ കൂടി ജാഗ്രതയും മേന്മയും അനുഷ്ഠാനവും കർമ്മപരവുമായ കാര്യങ്ങൾ മറ്റുള്ളവരെക്കാൾ നിർവഹിക്കാനുള്ള ശേഷിയും അറിവും അത് ഈ മതവിദ്യാഭ്യാസം കൊണ്ട് കിട്ടിയാണ്, സംഘടനകളോടുകൂടി കിട്ടിയാണ്. കുറെ അധികം സംഘടന ഉണ്ടായതുകൊണ്ട് അതിന്റെ പോസിറ്റീവ് വശം എന്താണെന്ന് ചോദിച്ചാൽ കുറെ അധികം മതപഠന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, മദ്രസകൾ ഉണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു 10ാം ക്ലാസ് സാധാരണ നമ്മുടെ നാട്ടിലെ മദ്രസ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അറിയില്ല. ചെറിയ അധ്യായങ്ങൾ, അതിന്റെ ആശയം അറിയില്ല. ആ കുട്ടിയോട് പാതിരാതര നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവണമെന്ന് വളർന്നു പറഞ്ഞ ഒരു കാര്യമില്ല. അങ്ങനെ പറയുന്ന കാര്യം എന്താണെന്ന് അറിയില്ല. അപ്പൊ നമസ്കാരത്തിൽ നമ്മൾ ഒരു മുസ്ലിം നിർബന്ധമായും 17 തവണ ചൊല്ലേണ്ടതാണല്ലോ ഫാത്തിഹ. ആ ഫാത്തിഹയുടെ അർത്ഥം പോലും നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നില്ല. എല്ലാ മദ്രസയും അങ്ങനെയാണെന്ന് അഭിപ്രായമില്ല, പക്ഷേ അധിക മദ്രസയിലും അതില്ല. അതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ മദ്രസയിൽ പഠിച്ച വിവരം ദീനിന്റെ വിവരം തന്നെയാണ്, പക്ഷെ അത് അമലിന്റെ വിവരം. എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ വുളൂഎടുക്കണം, എങ്ങനെ കുളിക്കണം, എങ്ങനെ നോമ്പനുഷ്ഠിക്കണം, എങ്ങനെ ഹജ്ജ് ചെയ്യണം, സകാത്തിന്റെ ശതമാനം എത്രയാണ്, ഏതിനൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, കർമ്മങ്ങളുടെ വിജ്ഞാനമാണ്, കൽബിന്റെ വിജ്ഞാനമല്ല, ഹൃദയത്തിന്റെ വിജ്ഞാനമല്ല. ഹൃദയത്തിന്റെ വിജ്ഞാനം വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ പഠിക്കാതെ ഒരാൾക്ക് മതവിദ്യാഭ്യാസം കൊണ്ട് നന്നാവാൻ സാധ്യമല്ല. മതവിദ്യാഭ്യാസം കൊണ്ട് അതാണ് നമ്മുടെ 25,000-ലധികം മദ്രസകൾ. സമസ്ത കേരളയുടെ കീഴിൽ 10,000-ലധികം മദ്രസകൾ രജിസ്ട്രേഷൻ അവർ കൊടുത്തു കഴിഞ്ഞ മാസം. അപ്പൊ എത്രയധികം മദ്രസകൾ. ഈ മദ്രസയുടെ പുറത്തെ നമ്മൾ പത്രം വായിച്ചാൽ നിങ്ങൾ ഏത് കുറ്റകൃത്യത്ത് നോക്കിയാലും അതിൽ അശ്റത്ത് മുബശ്ശിരീന്റെ പേരിലുള്ള ആളുകൾ 4 ആളുണ്ടാവും. ഇവരൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ്. അപ്പൊ മദ്രസയിൽ പഠിച്ചിട്ട് അത് അന്യന്റെ മുതൽ കേൾക്കുന്നത് പാപമാണെന്ന് പഠിക്കാതെ പോയത് കർമ്മങ്ങൾ പഠിച്ചതുകൊണ്ട് മനുഷ്യൻ നന്നാവില്ലേ? കർമ്മങ്ങളുടെ കൂടെ ഹൃദയത്തിന്റെ ജ്ഞാനവും, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട് പക്ഷെ അവർ ചിന്തിക്കുന്നില്ല. ഹൃദയം കൊണ്ട് ചിന്തിക്കാന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിൽ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്
ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് ഫതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ഈ ഖുർആൻ നാം ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഇറക്കിയിരുന്നെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, നിനക്ക് കാണാൻ പറ്റും പർവ്വതങ്ങളെ കിടുകിടാവർക്കും. പർവ്വതം വർക്കൊന്നുമില്ല, ഖുർആൻ ഇറങ്ങിയത് തന്നെ ജബലിലാണ്, ജബൽ നൂറാണ്. ആ പർവ്വതത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് പറയുന്നത്? ഇത് കൊണ്ടു നടക്കുന്ന മനുഷ്യ അതിന്റെ ഹൃദയം എന്താ കുലുങ്ങാത്തതെന്നാണ് ചോദിക്കുന്നത്. ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, ഇത് കൊണ്ടു നടക്കുന്ന മനുഷ്യന്റെ ഹൃദയം അസ്വസ്ഥമാവും, അവന് കിടുകിടാ പറക്കും. അതില്ലെങ്കിൽ ഖുർആൻ കൽബിലില്ല. ഖുർആൻ കൽബിലില്ലാതെ വേറെ എവിടെ ഉണ്ടായിട്ടും കാര്യമില്ല, വേറെ എവിടെ ഉണ്ടായിട്ടും കാര്യമില്ല. ഖുർആൻ ഉണ്ടാവേണ്ടത് എവിടെയാണ്? ഹൃദയത്തില്. നിങ്ങൾ ആലോചിച്ച് നോക്കാൻ, ശാസ്ത്രമൊക്കെ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചിട്ട് വളരെ കുറഞ്ഞ കാലമായിട്ടുള്ളൂ. ബ്രെയിൻ കൊണ്ടാണ് മനുഷ്യൻ ചിന്തിക്കാറുള്ളത്. ബ്രെയിൻ കൊണ്ട് ചിന്തിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ചു, ബ്രെയിൻ കൊണ്ട് നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് കണ്ടുപിടിക്കുന്ന വിവരം നിങ്ങളെക്കാൾ 10 മടങ്ങ് വേഗതയിൽ ലോകത്ത് ലഭ്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, അബുദാബി എയർപോർട്ടിൽ ബഹ്റൈനിലെ രാജാവ് ഇറങ്ങും. ബഹ്റൈനിലെ രാജാവ് ഇറങ്ങുമ്പോൾ സാധാരണ രീതിയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാവും. പക്ഷെ സുരക്ഷയില്ല. ആ രാജാവിന്റെ കൂടെ റോബോട്ട് മാത്രമാണ്, ഒരു യന്ത്ര മനുഷ്യൻ മാത്രമാണ്. യന്ത്ര മനുഷ്യൻ എന്താ ചെയ്യുക? രാജാവിന് ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ വന്നാൽ ഈ യന്ത്ര മനുഷ്യൻ പ്രതിരോധിക്കും. രാജാവോടെങ്കിലും പ്രസംഗിക്കാൻ കഴിയാൻ ആവശ്യമായ പോയിന്റ് ഇയാൾ കൊടുക്കും. അത്ര സെക്യൂരിറ്റിയുടെ ജോലിയാണ് കളത്. നിങ്ങളാലും അപ്പൊ ഇത് ഡാറ്റകൾ ലോകത്ത് കൂടുന്നതിനനുസരിച്ച് വളരെ വേഗത്തിൽ വിവരം പ്രൊഡക്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ ലോകത്തുണ്ട്. ഏത് സംവിധാനം? ഇപ്പൊ കണ്ണൂരില് ഹോട്ടലുണ്ട്. ആ ഹോട്ടലില് യഥാർത്ഥത്തിൽ വെയിറ്റർമാരായ റോബോട്ടുകളുണ്ട്. അവരെ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഉൽപ്പന്നം തെറ്റാതെ, എന്താണോ ആ ഫുഡ് ഐറ്റംസ് തെറ്റാതെ നമ്മുടെ മുന്നിൽ കൊണ്ടുവെക്കും. അതിന്റെ കഴിവും വിവേചനവും അവർക്കുണ്ട്. ലോകത്ത് നമ്മുടെ രാജ്യമൊക്കെ ഏതൊക്കെ സമുദായങ്ങളെ പൗരത്വം പുറത്താക്കണം എന്നാണ് ചർച്ച ചെയ്യുന്നത്. 5 കമ്മ്യൂണിറ്റി കൊടുക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കേണ്ടതാണ് CA NRC എന്നൊക്കെ പറയുന്നത്. ലോകം മനുഷ്യന്മാരുടെ കാര്യമല്ല ചർച്ച ചെയ്യുന്നത്. നമ്മളാളും വിവരമില്ലാത്തതുകൊണ്ടാണ്. ലോക സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ യന്ത്ര മനുഷ്യന് പൗരത്വം കൊടുക്കുന്നതിനെ കുറിച്ചാണ് ലോകം ചർച്ച ചെയ്യുന്നത്. സൗദി അറേബ്യ സോഫിയ എന്ന് പറയുന്ന ഒരു യന്ത്ര മനുഷ്യക്ക് ലോകത്താദ്യമായി സിറ്റിസൺഷിപ്പ് പ്രൊവൈഡ് ചെയ്തു, പൗരത്വം നൽകി. സോഫിയയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സോഫിയ ചിരിക്കും, കരയും, സംസാരിക്കും, ചോദിക്കുന്നതിന് ഉത്തരം പറയും. പക്ഷെ ഇമോഷനില്ല. ലോകത്ത് മനുഷ്യന് ഇമോഷൻ കൊണ്ട് നിർവഹിക്കേണ്ട ജോലികളൊന്നും ഞാനിത് പ്രസംഗിക്കുന്നത് വരെ റോബോട്ടുകൾക്ക് ചെയ്യാനും പറ്റില്ല. നാളെ അത് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഈ റോബോട്ടുകള് അവരെ ഈ സോഫിയക്ക് ട്രെയിൻ ചെയ്യും. എന്താ മനുഷ്യന്തിനാ? ചിരിച്ചാൽ പോരല്ലോ, ചിരിക്കുന്നുണ്ട് ആളുകൾ. ചിരിക്കുമ്പോ സന്തോഷത്തിന്റെ ഒരു ഇമോഷൻ മുഖത്ത് വേണം, വികാരം ഉണ്ടാവണം. കരഞ്ഞിട്ട് നമുക്ക് ചിരിക്കാൻ പറ്റില്ല. കരയുമ്പോ കരയുടെ ഒരു എക്സ്പ്രഷൻ വേണം. അത് സാധിക്കുന്നില്ല. സാധിക്കാത്തോടത്തോളം കാലം നമുക്ക് പ്രസക്തി സമാധാനിക്കാം. കാരണം എന്താ? അതിന് കൽബില്ല, ഹൃദയമില്ല, ഹാർട്ടില്ല, അനുകമ്പ ഉണ്ടാവില്ല, ദയ ഉണ്ടാവില്ല. അതുപോലെ തന്നെ കാരുണ്യം, സാഹോദര്യം, സഹകരണം, സഹിഷ്ണുത, ഈ മൂല്യങ്ങളൊന്നും റോബോട്ടിലില്ല. വിവരങ്ങൾ, ഇപ്പൊ വിവരങ്ങളുടെ ലോകത്ത് ജീവിച്ചിട്ട് വലിയ മനുഷ്യനാവാൻ ആരും ചിന്തിക്കേണ്ടതില്ല. കാരണം നമ്മളെക്കാൾ വിവരമുള്ള സംവിധാനങ്ങൾ ലോകത്ത് പിടിച്ചു കുലുക്കാൻ പോവാണ്. അപ്പൊ പിന്നെന്താണ് നമ്മുടെ പ്രത്യേകത? നമുക്ക് ഹൃദയമുണ്ട് എന്നതാണ്. ആ ഹൃദയത്തോടാണ് ഖുർആൻ സംവദിക്കുന്നത്. ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിന് വലിയ ശമനമാണ് ഖുർആൻ. ഹൃദയത്തിന് രോഗമുണ്ട്, അസുഖമുണ്ട്, അത് മാറാതെ നമ്മുടെ ഏത് ശരീരത്തിന്റെ അസുഖം മാറിയാലും മനുഷ്യന് നന്നാവാൻ കഴിയില്ല. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ, ഹൃദയത്തിന് അസുഖം ഉണ്ടായാൽ പടച്ച തമ്പുരാൻ അത് മാറ്റി തരൂല്ല. പടച്ച തമ്പുരാൻ എന്താ ചെയ്യുക? അങ്ങനെ ഏറ്റിക്കൊടുക്കും. അതിന് ന്യായങ്ങളുണ്ടാവും. കൽബിൽ രോഗം ബാധിച്ചാൽ ആ രോഗം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ന്യായങ്ങൾ പടച്ച തമ്പുരാൻ തന്നെ കൊടുക്കും. ആ രോഗത്തിൽ ഏറ്റവും വലിയ രോഗമാണ് നിഫാഖ് എന്ന് പറയുന്നത്. ധാരാളം ഹസദ്, റിയാ, കിബർ, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ. ബ്ലഡ് എവിടെ ടെസ്റ്റ് ചെയ്താലും അത് കണ്ടെത്താൻ കഴിയില്ല. ഇല്ല, കൊളസ്ട്രോൾ എത്രയുണ്ട്, ഷുഗർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. സോഡിയം കുറവാണോ, മറ്റു കുറവില്ലേ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ എന്റെ രക്തത്തിൽ എത്ര ഹസദുണ്ട്, റിയാ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷെ രക്തത്തിൽ അതുണ്ട്.
ഇന്ന ശൈത്താന യജ്രി മജറത്തം, നിങ്ങളുടെ രക്തം ഓടുന്ന പ്രദേശങ്ങളിലൂടെ എല്ലാം പിശാച് സഞ്ചരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച് പോകുന്നുണ്ട്, പിശാചിന്റെ മൂല്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പിശാചിന്റെ മൂല്യങ്ങളെ ഹൃദയത്തിന് പുറത്തെടുക്കാനുള്ള ശമനമാണ് വിശുദ്ധ ഖുർആൻ ശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ശിഫാഉൽ ലിമാ ഫിസ്സുദൂർ. ഇപ്പൊ നമ്മുടെ അന്വേഷണത്തിന്റെയും അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും ആദ്യത്തെ ഘട്ടം വിശുദ്ധ ഖുർആൻ തന്നെയാണ്. ഖുർആൻ അല്ലാത്ത എത്ര മതവിജ്ഞാനങ്ങൾ നിങ്ങൾ പഠിച്ചാലും കൽബ് നന്നാവാൻ, തസ്കിയത്ത് ഉണ്ടാവാനും സഹായിക്കില്ല. കുറച്ചൊക്കെ പോയാലാണ് നിൽക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനാണ് തസ്കിയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്. ഖുർആനിന്റെ പ്രത്യേകത തന്നെ യുസക്കീഹിം, നിങ്ങളെ സംസ്കരിക്കും, നന്നാക്കി കളയുന്ന. അവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ സംസാരിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനെ നമ്മൾ പഠിക്കുകയും പകർത്തുകയും അതിനെ ഹൃദയത്തോട് നെഞ്ചോട് ചേർത്ത് വെക്കുകയും ചെയ്യണം. നെഞ്ചോടാണ് എല്ലാ സഹാബികളും ചേർത്ത് വെച്ചത്. അതുകൊണ്ടാണ് അവർ ഖുർആനോട് കരുതുന്നത്. ഖുർആനിൽ അള്ളാഹു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത അള്ളാഹു എന്ന് കേട്ടാൽ അവരെന്ത് ചെയ്യും? പ്രകമ്പിതരാകും, അവരുടെ ഹൃദയം പിടക്കും, കണ്ണുനീർ ധാരാളമായി ഒഴുകും. ഇതൊക്കെ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ഗുണങ്ങളാണ്. ഇതെന്തുകൊണ്ടാണ്? ഹൃദയത്തിലുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മള് ചരമോളം വായിച്ചിട്ട് ആരും കരയാറില്ലല്ലോ. മരിച്ചു എന്നുള്ള വിവരം നിങ്ങളെ കരയാൻ പ്രേരിപ്പിക്കുന്ന കാര്യമില്ല. കാരണം നമ്മുടെ നാട്ടിൽ ധാരാളമായി മരിക്കുന്നുണ്ട്. ചരമോളം വായിച്ചാൽ നൂറുകണക്കിന് മരണ വാർത്ത നമ്മൾ കാണുന്നുണ്ട്. നമ്മളാരും കരയാറില്ല. പക്ഷെ ആ കോളത്തിൽ ഒരാൾ നിങ്ങളുടെ ഉമ്മയാണെങ്കിൽ, ആ കോളത്തിൽ ഒരാൾ നിങ്ങളുടെ മകനാണെങ്കിൽ, നിങ്ങളുടെ സഹോദരനാണെങ്കിൽ, നിങ്ങളുടെ ആത്മസുഹൃത്താണെങ്കിൽ നിങ്ങൾ കരയും. എന്താണ്? അയാൾ കോളത്തിലല്ല, ഹൃദയത്തിലാണ്. ഹൃദയത്തിലുള്ള ഒരു കാര്യം നമ്മളെ കരച്ചിൽ പ്രേരിപ്പിക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സഹാബികളുടെ കൽബിലുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അവരുടെ കൽബിൽ, ഹൃദയത്തിൽ ഉറച്ചു നിന്നതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിലേക്ക് നമ്മൾ ആവാഹിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുർആൻ ഹൃദയത്തിൽ ഇല്ലാതെ ഖുർആൻ പഠിച്ചു നോക്കുക, എന്നാൽ നമ്മളിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഖുർആൻ പഠിച്ചു, അതിന്റെ അർത്ഥം അറിയാം, സാഹിത്യം അറിയാം, അറബി ഭാഷ ഖുർആൻ ഉപയോഗിച്ചതിന്റെ എല്ലാ സ്ഥലകാലങ്ങളും നമുക്കറിയാം, അതിന്റെ ഗ്രാമർ അറിയാം, അതിന്റെ സൗന്ദര്യം അറിയാം. പക്ഷെ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്തില്ല. സ്വാധീനം ചെലുത്തണമെങ്കിൽ പഠിച്ച ഖുർആൻ കൽബിൽ ഉണ്ടാവുക. സഹാബികൾ അങ്ങനെയാണ്. പടച്ചോനെ രക്ഷപ്പെടണമല്ലോ, കഴിച്ചിലാവണമല്ലോ എന്നുള്ള ബോധം ഒരാൾക്കുണ്ടാവുന്നത് ഖുർആൻ ഹൃദയത്തിൽ രൂഢമൂലമായി തീരുമ്പോഴാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ നമ്മുടെ പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും അറിവിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട മെനു. അതിൽ ഒന്നാമത്തെ മെനുവിന്റെ ലിസ്റ്റിൽ ഒന്നാമത്തത് വിശുദ്ധ ഖുർആനാവണം. അതാണ് മതപഠന വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവേണ്ടത്. ഖുർആൻ ആദ്യം മുതൽ പഠിപ്പിക്കുന്ന മതപഠന വിദ്യാഭ്യാസം, ഖുർആൻ സ്കിപ്പ് ചെയ്യുന്ന മതപഠന വിദ്യാഭ്യാസം തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ. അതുകൊണ്ട് നമ്മൾ ആരും കഴിച്ചേടാവില്ല, സംസ്കാര സമ്പന്നരാവില്ല. അപ്പൊ സംസ്കാര സമ്പന്നമാകാൻ നിങ്ങളുടെ ഹൃദയത്തോട് സംവദിക്കുന്ന മൂല്യമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ഏറ്റുപറഞ്ഞ ആദ്യത്തെ ഓഡിയൻസ് സഹാബികളാണ്. പ്രൈമറി ഓഡിയൻസ് സഹാബികളാണ്. നബിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കേൾപ്പിച്ചു കൊടുക്കുന്നു. നബി ആദ്യം പാരായണം ചെയ്ത് കേൾക്കുന്നത് സഹാബികളാണ്. ആ സഹാബികളുടെ ജീവിതം എങ്ങനെയാണ്? അതാണ് ഖുർആനിന്റെ സാക്ഷ്യപത്രം എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു കാണിക്കും. നബി എന്ത് ചെയ്യും? നബിയുടെ പ്രത്യേകത പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യും, ചെയ്യണതേ പറയും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്ന് പറയും. അതുകൊണ്ട് ഒരു വാക്കുകൊണ്ട് മുഹമ്മദ് എന്നെ ദ്രോഹിച്ചു 63 കൊല്ലം കൂടെ നടന്ന അനേകം മനുഷ്യരിൽ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. ഇല്ല, ഒരു വാക്കുകൊണ്ട് എന്നെ നബി ദ്രോഹിച്ചു എന്ന് പറയാൻ അവർക്ക് സാധിക്കില്ല. കാരണം അത്രയും സൂക്ഷ്മ ജീവിതത്തിന്റെ ഉടമയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ യംശി അലൽ അർദ്, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഖുർആനായിരുന്നു. കാന ഖുലുഖുഹു വൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം വിശുദ്ധ ഖുർആനായിരുന്നു എന്ന് ഹദറത്ത് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്. നബി എന്താണെന്ന് നോക്കിയാൽ ഖുർആൻ എന്താണോ അതാണ് നബി. ഖുർആൻ എന്താണോ പറഞ്ഞത് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. നബിയുടെ അടുത്ത് നിന്ന സഹാബികളുടെയും ജീവിതം അതിനോട് താദാത്മ്യം പ്രാപിക്കുന്ന ജീവിതമാണ്. നബി മാത്രമല്ല, ഖുർആൻ സിദ്ദീഖുൽ അക്ബർ വേറൊരു ഖുർആനാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് വേറൊരു ഖുർആനാണ്. അതുകൊണ്ടാണ് നിഅമ ഖൈറുസ് സായിസീന മിൻ റുആത്തിൽ മുസ്ലിമീന ഫഅബൂ ബക്കറുൻ ഇമാമുൻ ബഅദ ഖൈറിൽ മുർസലീന, ഫഅബൂ ബക്കറുൻ ഇമാമുൻ ബഅദ ഖൈറിൽ മുർസലീന. മുർസലീനുകൾ കഴിഞ്ഞാൽ പിന്നുള്ള ഇമാമാരാണ്. ഫഅബൂ
ബക്കറുൻ ഇമാമുൻ. എന്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ക്വാളിറ്റി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതത്തോട് ഏറ്റവും സാമ്യമുള്ള ജീവിതമാണ്, ഏറ്റവും സാമ്യമുള്ള ജീവിതമാണ്. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏത് കാര്യം ചോദിച്ചാലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിചാരങ്ങളിൽ ഒന്നാമത്തത് സ്വർഗമാണ്. സ്വർഗം കിട്ടൂലേതാണ്. ആരെങ്കിലും ഒരു സ്വർഗാവകാശിയെ കാണണമെങ്കിൽ സിദ്ദീഖുൽ അക്ബറിലേക്ക് നോക്കുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയാൻ റസൂൽ കഴിയും. റസൂൽ മാത്രം ഖുർആനായില്ല, ഖുർആന്റെ അനേകം ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളെ റസൂൽ പിന്നിലാക്കി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻഗാമികളാക്കി മാറ്റി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞാൽ സിദ്ദീഖുൽ അക്ബർ എഴുന്നേറ്റ് ചോദിക്കും, നബിയെ ആ സ്വർഗ്ഗത്തിൽ ഞാൻ പോവോ? അൻത മിൻഹും, താങ്കൾ സ്വർഗാവകാശിയാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ നബിയോട് പറയാണ്, സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളുണ്ട്, സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളുണ്ട്. ബാബുൽ ഈമാൻ, ബാബുൽ സ്വലാ, ബാബുൽ റയ്യാൻ, ബാബുൽ സക്കാ, ബാബുൽ ഹജ്ജ്, ബാബുൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, ബാബുൽ സബർ, ബാബുൽ സദഖ, ബാബുൽ കാദിമീന അൽ ഗൈബ്. അങ്ങനെ ഓരോ ഗേറ്റുകൾ എണ്ണി പറയാണ്. എണ്ണി പറയുമ്പോൾ സിദ്ദീഖുൽ അക്ബർ സദസ്സ് എഴുന്നേറ്റ് ചോദിക്കാൻ, 8 ഗേറ്റിലൂടെയും കടക്കാൻ എനിക്ക് സാധിക്കുമോ? അൻത മിൻഹും, താങ്കൾ അവരിൽപ്പെട്ടവനാണ്. 8 ഗേറ്റിലൂടെയും കടക്കാം. എന്നാൽ അടുത്ത ക്ലാസ്സിന് ചോദ്യം നിർത്തില്ല. എപ്പോഴെന്താണ് ഈ ചോദ്യം ഉണ്ടാവുകയും സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിന് വേണ്ടി വിശുദ്ധ ഖുർആന്റെ ജീവിതത്തിൽ ആവിഷ്കരിക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാലുള്ള അപ്പൊ അവരെല്ലാവരും അവരുടെ ജീവിതം വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ ഒന്നും മാറ്റിയെടുക്കും. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. ഓരോരുത്തരും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ലോകത്ത് എത്ര ത്യാഗം സഹിക്കുന്ന ജനതയാണ് ഫലസ്തീനിലെ ഗസയിലുള്ള ജനത എന്ന് പറയുന്നത്. മറിയം എന്ന് പറയുന്ന 7 വയസ്സുകാരിയായ കുട്ടിയോട് വടക്കൻ ഗസയിലുള്ള ആ കുട്ടിക്ക് ആ പെരുന്നാളിന് മുമ്പ്, കഴിഞ്ഞ പെരുന്നാളിന് മുമ്പ് ഉമ്മ നഷ്ടപ്പെട്ടു, രക്തസാക്ഷിയായി. ഉമ്മ രക്തസാക്ഷിയാണ്. അപ്പൊ ആ കുട്ടി പറയട്ടെ, എനിക്ക് ഭക്ഷണം പെരുന്നാളിന് ഭക്ഷണം പാചകം ചെയ്തു തരേണ്ട ഉമ്മയില്ല, ഉമ്മ രക്തസാക്ഷിയായി. എനിക്ക് പെരുന്നാളിന് പുത്തനുടുപ്പ് വാങ്ങി തരേണ്ടത് ഉപ്പയാണ്, ഉപ്പയില്ല, ഉപ്പയും രക്തസാക്ഷിയായി. എന്റെ കൂടെ കളിക്കേണ്ട 2 കുട്ടികൾ സഹോദരന്മാരുണ്ട്, അവരും രക്തസാക്ഷികളാണ്. അങ്ങനെ ഒറ്റക്ക് അഭയാർത്ഥി ക്യാമ്പിലിരിക്കുന്ന ആ കുട്ടിയോട് പത്രപ്രവർത്തകൻ ചോദിക്കാൻ, മോളെ ഈ ദുഃഖം, ഈ സങ്കടത്തിന്റെ ആഴം മറക്കാൻ നീ എന്താണ് ചെയ്യാറുള്ളത്? അപ്പൊ ആ കുട്ടി പറയാം, ഓരോ 6 ദിവസത്തിലും വിശുദ്ധ ഖുർആൻ ഞാൻ പാരായണം ചെയ്ത് തീർക്കുമെന്നാണ്. ഓരോ 6 ദിവസത്തിലും ഖതമുൽ ഖുർആൻ തലക്ക് മീതെ F16 മപ്പാശയുമുള്ള അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന ബന്ധുക്കളെല്ലാം രക്തസാക്ഷികളായ 7 വയസ്സുകാരിയായ കുട്ടിക്ക് 6 ദിവസം കൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത് തീർക്കാൻ കഴിയുന്ന ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആവേശം ഉണ്ടാവും. പക്ഷേ അത് നമുക്കെതിരെയുള്ള ഒരു ന്യായമാണ്. നാളെ പഠിത്തം ചോദിക്കും, സമയമില്ലേടോ എന്ന് ചോദിക്കുമ്പോ ഈ കുട്ടിക്ക് സമയമുണ്ടല്ലോ ചോദിക്കും. ഇവര് ജീവിക്കണ ഈ ഗസയിലെ മനുഷ്യർ ജീവിക്കുന്ന കാലത്ത് ജീവിച്ചു എന്നുള്ളത് നമുക്ക് ഇരട്ടി ബാധ്യതയാണ്. മണ്ണ് ഭക്ഷിക്കുന്ന, മാവും മണ്ണും കുഴച്ച് ഭക്ഷിക്കുന്ന, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളില്ലാത്ത ശരാശരി ഒരു ഫലസ്തീനിക്ക് ഇപ്പൊ കിട്ടുന്ന ഭക്ഷണം ഒരു ദിവസം ഒരു കുടുംബത്തിന് 1 ലിറ്റർ വെള്ളമാണ്. ഒരു കുടുംബത്തിന് കിട്ടുന്നതാണ്. ആഴ്ചയിൽ 5 ലിറ്റർ വെള്ളമാണ്. ഒരു നേരം ഒതു കൊടുക്കാൻ 5 ലിറ്റർ വെള്ളം വേണം. ആ 5 ലിറ്റർ വെള്ളം കൊണ്ട് ഒരാഴ്ച കഴിയണം. അതാണ് അവരുടെ ശരാശരി. അങ്ങനെ പട്ടിണിയുടെ ആഴം കണ്ട മനുഷ്യർ, ആ മനുഷ്യർ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഏത് സന്ദർഭത്തിലും അവര് വിശുദ്ധ ഖുർആനെ സ്നേഹിച്ച ജനതയാണ്. ലോകത്തിൽ ജനിച്ചു വീഴുന്ന മനുഷ്യർ, ഭൂമിക്ക് മുകളിലുള്ള ആളുകൾ, ഇവരെ നിങ്ങൾ പരിശോധിച്ചാൽ 60% മനുഷ്യർ ഖുർആൻ മുഴുവനായോ ഭാഗികമായോ ഹിഫ്ദ് ചെയ്ത ലോകത്ത് ഒറ്റ പ്രദേശമേ ഉള്ളൂ. അതാണ് ഗസ എന്ന് പറയുന്നത്. അവർക്ക് ഒരുപാട് പരിമിതിയുണ്ട്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാതിരിക്കാനുള്ള ന്യായങ്ങളുണ്ട്. യുദ്ധം നടക്കുമ്പോൾ പഠനമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കും, കഴിഞ്ഞ ഈ ഏകദേശം ഇത്രയും മാസങ്ങൾ നീണ്ട യുദ്ധം, ഈ യുദ്ധത്തിനിടയിൽ അല്പം വെടിനിർത്തലുണ്ടായി കഴിഞ്ഞ കാലയളവിൽ. ആ വെടിനിർത്തൽ ഗസയിൽ നടന്ന ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്താണ്? ഏറ്റവും വലിയ പരിപാടി എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. അവിടെ പങ്കെടുത്ത മനുഷ്യർ, അവിടെ എല്ലാവരും ആ വലിയൊരു ആഘോഷം സംഘടിപ്പിക്കാൻ മസ്ജിദുൽ തഖ്വ എന്ന് പറയുന്ന പള്ളി, അവിടെ പ്രധാനപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ തഖ്വ, മസ്ജിദുൽ ഇമാം ശാഫിഈ, മസ്ജിദ് ഉമർ ഖത്താബ്. കാരണം ഉമർ ഖത്താബ് ഖുദ്സിലേക്ക് വന്ന ഗസ വഴിയാണ്. അദ്ദേഹം ഗസയിൽ വിശ്രമിച്ച് നമസ്കരിച്ചു നിന്ന ആ സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു. അത് തകർന്നു ഇസ്രായേൽ.
അത് കണ്ടു. അതുപോലെ തന്നെ ഇമാം ഷാഫിയുടെ ജന്മസ്ഥലമാണ് ഗസ, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പള്ളിയുണ്ട്. അതുപോലെ മസ്ജിദ് തഖ്വ, ഈ തഖ്വയുടെ മുറ്റത്തും തഖ്വയുടെ ഉള്ളിലും ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. തിങ്ങി നിറഞ്ഞ 581 ആളുകൾ, ഹാഫിദുകളായ ആളുകൾക്ക് സനദ് കൊടുക്കുകയാണ്. ഏത് യുദ്ധത്തിന് നടുവിൽ 581 മനുഷ്യർ ആദരിക്കുന്ന പരിപാടി നടത്താൻ. വിശുദ്ധ ഖുർആനെ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കാൻ ഖാലിദ് മുഷ്അലിന്റെയും ഇസ്മായിൽ ഹനിയുടെയും ഒക്കെ സംസാരങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി. നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ ആലോചിച്ചു. അബ്ദുൽ ഹമീദ് സൂഫി, അബ്ദുൽ അസീസ് സൂഫി പ്രസിദ്ധരായ 2 കാര്യങ്ങളാണ്. അവര് ഖത്തറിൽ അദ്ദേഹം മകൻ മരിച്ചപ്പോ, അബ്ദുൽ അസീസ് സൂഫിയുടെ മകൻ മരിച്ചപ്പോ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരികയാണ്. ആരാണ് വരുന്നത്? 2 അതിഥികൾ. ഒന്ന് ഖാലിദ് മുഷ്അൽ, മറ്റൊന്ന് ഇസ്മായിൽ ഹനിയാണ്. ഇസ്മായിൽ ഹനിയ വന്നു. ഹനിയ കുടുംബത്തിൽ 65 പേർ രക്തസാക്ഷികളാണ്. 65 പേർ ഹനിയ കുടുംബത്തിൽ രക്തസാക്ഷികളാണ്. ഹനിയ കുടുംബത്തിൽ കഴിഞ്ഞ മാസം അവിടെ ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിയായ ഖാസിം എന്ന് പറയുന്ന ഒരു യുവാവിനെ മയ്യത്ത് കൊണ്ടുപോകുന്നത്, ആ യുവാവിന്റെ മൃതദേഹം വഹിച്ചു കൊണ്ടുപോകുന്ന മാതാവാണ്. എന്നാൽ മാതാവ് ഖബറിലിറക്കി വെച്ച് ഖാസിമിന്റെ ദേഹത്ത് മണ്ണ് വാരിയിട്ടിട്ട് പറയാൻ, ഞാൻ അഭിമാനിക്കുന്നു. കാരണം എന്താണ്? അന സൗജതു ഷഹീദ്, അന ഉമ്മു ഷഹീദ്. ഞാൻ എന്റെ ഭർത്താവ് നേരത്തെ രക്തസാക്ഷിയാണ്, അതുകൊണ്ട് ഞാൻ രക്തസാക്ഷിയുടെ ഭാര്യയാണ്. ഞാൻ ഇപ്പോൾ രക്തസാക്ഷിയുടെ ഉമ്മയുമാണ്. ഇതിൽ ഞാൻ അഭിമാനിക്കുന്നു. അങ്ങനെ അഭിമാനപൂർവ്വം രക്തസാക്ഷിത്വം സ്വീകരിച്ച ഒരു കുടുംബമാണ് ഇസ്മായിൽ ഹനിയ. ഈ 2 മനുഷ്യരും വന്നപ്പോ അബ്ദുൽ ഹമീദ് സൂഫി എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇവരെ ചാടി എഴുന്നേറ്റ് സ്വീകരിക്കാൻ, തുരുതുര ചുംബിക്കുക. അബ്ദുൽ ഹമീദ് സൂഫി ഖാലിദ് മുഷ്അലിനെ ചുംബിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഖാലിദ് മുഷ്അൽ പറഞ്ഞു, നിങ്ങളിങ്ങനെ ബേജാറാവേണ്ട ആവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാര്യമല്ല. ഞങ്ങൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളുടെ പ്രയത്നത്തിന്റെ ഭാഗമായി ഞങ്ങൾ ശീലിച്ചെടുത്തതാണ്. അതുകൊണ്ട് എന്റെ കൂടെയുള്ള ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഇസ്മായിൽ ഹനിയയുടെ അതേ ഔന്നത്യം ഫലസ്തീനിലെ ഗസയിലെ 6 വയസ്സായ കുട്ടിയിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അഭയാർത്ഥി ക്യാമ്പിൽ ക്യൂ നിൽക്കുന്ന സമയത്ത് 200 ആൾക്കുള്ള ഭക്ഷണ ക്യാമ്പുകളുള്ളൂ. 201ാമത്തത് 6 വയസ്സായ കുട്ടിയാണെങ്കിൽ ഭക്ഷണം തീരും. അടുത്തിരിക്കുന്ന ആളുടെ പാത്രത്തിൽ കൈയിട്ട് വാരില്ല, ചോദിക്കില്ല. ഈ 6 വയസ്സായ കുട്ടി തനിക്കുള്ളതിൽ തൃപ്തിപ്പെട്ടു നിൽക്കും. അതാണ് പ്രധാനമന്ത്രിയുടെയും 6 വയസ്സായ കുട്ടിയുടെയും ഔന്നിത്യം ഒരുപോലെയാണ്. അങ്ങനെയുള്ള ജനത മാറില്ല. അതുകൊണ്ട് പറയാം, നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ നിങ്ങളെ കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തില്ല? ഖുബറില്ല, അനുഭവജ്ഞാനമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അനുഭവജ്ഞാനം കൊണ്ട് ലോകത്ത് വലിയ പോരാട്ട വീര്യം പ്രദർശിപ്പിക്കുന്ന ജനതക്ക് ഇന്ധനമായി വർദ്ധിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. അവർ വിശുദ്ധ ഖുർആൻ അവരെ സ്നേഹിച്ചതുപോലെ, അവര് നെഞ്ചേർത്ത് പിടിച്ചതുപോലെ വേറെ ഒരു ജനതയും സ്വീകരിച്ചിട്ടില്ല. ഹിജറയുടെ മാസം നമ്മൾ ഹിജറ ചർച്ച ചെയ്യുന്ന മാസമാണല്ലോ. ലോകത്തെ ഏറ്റവും വലിയ ഹിജറയുടെ കാനൂനിസിലാണ്, റഫാബയാത്തി ക്യാമ്പിലാണ്, വടക്കൻ ഗസയിലാണ്. ലക്ഷങ്ങളാണ് ദേശം പിടിഞ്ഞു പോകുന്നത് ലക്ഷങ്ങളാണ്. മദീനയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഹിജറയെ അനുസ്മരിപ്പിക്കുന്ന ഹിജറ 1-2 ആളുകളല്ല, 1.5 ലക്ഷം ആളുകളാണ് കാനൂനിസ് അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ അഭയാർത്ഥികളായി മാറിയത്. എന്തില്ല, അവരെ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും അള്ളാഹുവിന്റെ വചനം ഭൂമിയിൽ അത്യുന്നതയിൽ വിരാജിക്കണമെന്ന ആഗ്രഹത്തിന് വേണ്ടി പോരാടുകയും അള്ളാഹുവിന്റെ ശികാരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മസ്ജിദുകൾ സംരക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ഖലീൽ അബൂ യഹ്യ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയാണ്, പല ആളുകളും പോയി പല സ്ഥലങ്ങളിൽ അഭയാർത്ഥികളായി. ഞാൻ പോയില്ല, എന്റെ അവസാനത്തെ ശ്വാസം വരെ ഖുദ്സിന് വേണ്ടി പോരാടും. ഏതെങ്കിലും ഒരു കാലം വരും, അന്ന് നിർഭയരായി ഫലസ്തീനിലെ ആളുകളും ലോകത്തെ മുഴുവൻ ആളുകളും നിർഭയരായി ഖുദ്സിൽ സുജൂദ് ചെയ്യുന്ന ഒരു കാലം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ രക്തസാക്ഷികളാവുന്നത്. അപ്പൊ ഹിജറ നടക്കുകയാണ്. ഹിജറയുടെ ഏറ്റവും വലിയ ഗുണപാഠങ്ങൾ ചേർത്ത് വെക്കുന്ന ഈ മാസത്തിൽ വിശുദ്ധ ഖുർആൻ പറയാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആൻ പറയുന്ന പ്രവർത്തികളൊന്ന് വിശ്വാസമാണ്. മറ്റൊന്നെന്താ? ജിഹാദു ഫീ സബീലില്ലാഹ്. 3ാമത്തെ ഹിജറയാണ്. ആ ഹിജറ ഇന്ന് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ജനത. വിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തങ്ങളുടെ ആദർശവും വിശ്വാസവും സംരക്ഷിക്കാൻ വേണ്ടി സ്വദേശം വെടിഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ അഭയാർത്ഥികളായി ജീവിക്കുന്ന കാലത്താണ് ഹിജറയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഹിജ്റയെ നമുക്ക് നൽകുന്ന ഗുണപാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠം എന്താണ്? ഇതിന്റെ ചരിത്രങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. അതിന്റെ ഗുണപാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയിൽ നിന്ന് ഇബറാത്ത് ഹിജ്റത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ ഗുണപാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മികച്ച ആസൂത്രകനായിരുന്നു നബി എന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. തുഫാനുൽ അഖ്സ എന്ന് പറയുന്നത് ലോകത്തെ മികച്ച ആസൂത്രണത്തിന്റെ ഭാഗമാണ്. നമുക്ക് വിചാരിക്കുന്നത് തുഫാനുൽ അഖ്സ ഉണ്ടായതുകൊണ്ട് ലോക ചരിത്രത്തെ മാറ്റിമറിച്ചു. രണ്ടാമതൊരു ഓപ്ഷൻ നിങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതരായി. ഫലസ്തീൻ എന്ന ഇഷ്യൂ ലോകം മറന്നിരുന്നു. അത് ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ 10ഓളം രാജ്യങ്ങൾ ഫലസ്തീനെ സ്വന്തം രാഷ്ട്രമായി അംഗീകരിച്ചു. 127ഓളം രാജ്യങ്ങൾ ഫലസ്തീനു വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ ശബ്ദിച്ചു. ഇതിച്ചോണ്ട് കാര്യമില്ല, നീതിയുടെ ഭാഗത്ത് നിൽക്കാൻ നിർബന്ധിതരായി. എന്നാൽ ഇസ്രായേൽ അനുകൂലമായി നിലപാടെടുക്കുന്ന രാജ്യങ്ങളോ അവരുടെ ചെറുപ്പം മുഴുവൻ ഫലസ്തീനെ കൊണ്ടുവന്നു. ക്യാമ്പസുകളിൽ ടെന്റ് കെട്ടി സമരം നടത്തുന്ന അമേരിക്കയിലെ 41 ക്യാമ്പസുകളിൽ ടെന്റ് കെട്ടി സമരം നടക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ തുഫാനുൽ അഖ്സ എന്ന് പറയുന്നത് നിങ്ങൾ അയൺ ഡോം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസൈൽ. ആ മിസൈല് നിങ്ങൾക്കറിയാം. ആ മിസൈലിനെ ഹാക്ക് ചെയ്തത് 24 വയസ്സുകാരനായ ഫലസ്തീനി ചെറുപ്പക്കാരൻ ഉമർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. ഹാക്ക് ചെയ്തിട്ടാണ് തുഫാനുൽ അഖ്സ നടക്കുന്നത്. അപ്പൊ ഈ ആസൂത്രണത്തിലാണ് അവര് ആസൂത്രണം എന്ന് പറയുന്നത് ഹിജ്റയുടെ ഏറ്റവും വലിയ പാഠമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോവല്ലോ. നബിയുടെ ഹിജ്റ സംഭവിക്കുന്ന റബീഉൽ അവ്വലിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം മാസത്തിൽ ഹിജ്റ ആരംഭിച്ചു. നബി പോയപ്പോഴാണ് റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വലിലാണ് നബി മദീനയിൽ എത്തുന്നത്. അപ്പൊ മുഹറം മാസത്തിൽ ആരംഭിച്ചു. ഒറ്റയും തെറ്റയുമായ ആളുകൾ മദീനയിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരുന്നു. നബിയുടെ ഹിജ്റയ്ക്ക് വേണ്ടി നബി ഒരുങ്ങിയ ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് നമുക്കെല്ലാം അറിയുന്നത് പോലെ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വരുത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കിടക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. ആ ലിസ്റ്റ് ഈ വീട് വളഞ്ഞു നിൽക്കുന്ന പല ആളുകളുടെയും സ്വത്ത് ഇവിടെ ഉണ്ട്, നബിയുടെ വീട്ടിലുണ്ട്. ഇത് തിരിച്ചേൽപ്പിച്ച് നീ മദീനയിലേക്ക് എത്തണമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും. ലോകത്തൊരു വിപ്ലവം ഇങ്ങനെ നടന്നിട്ടില്ല. ലോകത്തെ വിപ്ലവം നടന്നതൊക്കെ ശത്രുക്കളുടെ ധനം കൊള്ളയടിച്ചിട്ടാണ്. സർചക്രവർത്തിമാരുടെ ധനം കൊള്ളയടിച്ചാണ് ബോൾഷെവിക് റവല്യൂഷൻ റഷ്യയിൽ നടന്നത്. ഫ്രഞ്ച് റവല്യൂഷൻ എന്താ? അവസാനത്തെ രാജാവിന്റെ അവസാനത്തെ നാണയം തൊട്ടും കൊള്ളയടിക്കാനുള്ള ആഹ്വാനമാണ്. ശത്രുവിന്റെ ധനം നിങ്ങൾ അപഹരിച്ചോളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ശത്രുവിന്റെ ധനം തിരിച്ചേൽപ്പിച്ചോളൂ എന്നാണ് ആര് പറഞ്ഞത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ നബി രൂപീകരിക്കാൻ പോകുന്ന ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന വ്യവസ്ഥ എന്നാണ് എന്നോട് പഠിപ്പിക്കാൻ. ധാർമ്മികതയാണ്, അതിനൊരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ടാണ് സ്വന്തം മരുമകനാണെങ്കിൽ പോലും മകനെ പോലെയാണ് അലി. നബി നേരത്തെ തന്നെ വളർത്തിയ ആളാണ് അലി റളിയല്ലാഹു അൻഹു. അവിടെ അദ്ദേഹം കിടക്കാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്നതാണ്. നബി പറയാം, ഞങ്ങൾ മദീനയിലെത്തി 10 ദിവസം അല്ലെങ്കിൽ 11 ദിവസം നിന്റെ അതിർത്തിയിൽ കാത്തു നിൽക്കും. എന്നിട്ട് 11ാമത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചാൽ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിക്കും. അലി മരിച്ചു, ഇനി അലി വരില്ല. എന്നിട്ട് ഞങ്ങൾ മദീനയിലെ ഏറ്റവും സെന്ററിലേക്ക് യാത്ര നടത്തും. അതുവരെ തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. എന്ന് പറഞ്ഞിട്ടാണ് നബി ഇറങ്ങുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഹിജ്റ പോകാൻ അല്ലാഹു അനുമതി കൊടുത്ത മുതൽ പിന്നെ സൂര്യൻ തന്നെ ഭൂമിയിൽ ഉദിച്ചിട്ടില്ല എന്റെ പിതാവും നബിയും കാണാതെ. പിന്നെ എല്ലാ ദിവസവും കാണും, എല്ലാ ദിവസവും ആസൂത്രണം ചെയ്യാൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ 2 വാഹനങ്ങൾ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിച്ച് നബി എല്ലാ ഒരുക്കങ്ങളും നടത്തി. അതിൽ അലി റളിയല്ലാഹു ഏൽപ്പിച്ചു. വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഇതൊരു ഓതിയിട്ട് ഒരു പിടി ചെല്ലുവാൻ ഒറ്റ ഈ ഏഴറിയേണ്ട ആവശ്യമൊന്നുമില്ല. നബി ഹിജ്റ പോകാൻ സമയമായി എന്ന് തുടങ്ങിയ ശത്രുക്കളുടെ കണ്ണിന് അന്ധത ബാധിപ്പിക്കാൻ കഴിവുള്ളവനാണ് ദാലികുമുല്ലാഹു റബ്ബുക്കും. അല്ലാഹു പക്ഷേ അല്ലാഹു ചെയ്യില്ല. കാരണം എന്താ? എറിയേണ്ട പണി ആര് ചെയ്യണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കും. മൂസ അലൈഹിസ്സലാം കടൽ മുറിച്ചു കിടക്കുന്ന ഒരു സമയമുണ്ട്. ആ കടൽ മുറിച്ചു കിടക്കുന്ന സമയത്ത് മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നത്, മൂസ നടന്നോ ഞാൻ നോക്കിക്കൊള്ളാന്നല്ല, കടൽ അടിക്കൂ മൂസ, അടിക്കേണ്ട പണി ആര് ചെയ്യണം?
മൂസ അലൈഹിസ്സലാം ചെയ്യണം, ബാക്കി അല്ലാഹു നോക്കുള്ളൂ. നമ്മൾ ചെയ്യേണ്ട പണി ചെയ്താലാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. അതുകൊണ്ട് ചെയ്യേണ്ട പണി വൃത്തിയിൽ ചെയ്തവരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലേക്ക് പോയി അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉടനെ പുറപ്പെടണം. ഉടനെ പുറപ്പെടണം എന്ന് പറഞ്ഞപ്പോ അന്താളിച്ചു നിൽക്കാനുള്ള സമയമൊന്നുമില്ല. അന്ന് എന്റെ പിതാവ് കരഞ്ഞതുപോലെ പിന്നെ ഒരിക്കലും എന്റെ പിതാവ് കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, നബിയുടെ കൂടെ ഹിജ്റ പോകാൻ അനുമതി കിട്ടിയ സന്തോഷം കാരണം സിദ്ദീഖുൽ അക്ബർ കരയാൻ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് ഒട്ടകത്തിന് കയറ് കെട്ടാനുള്ള സംവിധാനം തന്റെ വസ്ത്രത്തിന്റെ അടിഭാഗം കീറി, ഭക്ഷണത്തിന്റെ കെട്ടും കെട്ടി, അതുപോലെ തന്നെ പട്ട കീറിയിട്ട് മൂക്കയറുണ്ടാക്കിയിട്ട് ഒരു വലിയ ഒരു സ്ത്രീ ആ സംഘത്തെ യാത്രയക്കുകയാണ്. ആ സ്ത്രീയെ എടുത്ത് ദൗത്യം എന്താണ്? സൗറിലേക്ക് രാത്രി ഭക്ഷണം എത്തിക്കുക എന്നത്. ഭക്ഷണം എത്തിക്കുക നബി നേരെ മദീനയിലേക്കല്ലോ പോയി. നിങ്ങൾ ഉംറയ്ക്കും ഹജ്ജിനൊക്കെ പോയാൽ അറിയാം, മദീനയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സൗർ. നേരെ തിരിഞ്ഞാ പോയത്. കാരണം സൗറിൽ പോകാന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്തതാണ്. പോകുന്ന വഴിയിൽ കയറിയതല്ല, പോകുന്ന വഴിയിൽ ഒരു ഗുഹ കണ്ടപ്പോ കയറിയതല്ല, പോകുന്ന വഴിയിലല്ല സൗറുള്ളത്, നേരെ ഓപ്പോസിറ്റാണ്. അപ്പൊ സൗറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിദ്ദീഖുൽ അക്ബർ നടക്കുമ്പോ നബി റൂട്ട് കണ്ടുപിടിക്കാൻ, റൂട്ട് അവരെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാനോ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നബി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം നബി മദീനയിലേക്ക് ഹിജ്റ പോയ സ്ഥലം എന്ന് പറയുന്നത് അന്നേ വരെ മദീനയിലേക്ക് ആരും പോകാത്ത റൂട്ടാണ്. മസ്ജിദ് നബവിന്റെ അടുത്ത് ഒരു എക്സിബിഷൻ ഉണ്ട്. ഉംറയ്ക്ക് പോകുന്ന ആൾക്കാരെ ഫ്ലെക്സിൽ ഇങ്ങനെ നബിയുടെ റൂട്ട് വരച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നബി മദീനയിലേക്ക് വന്നത്? അത് പുതിയ വഴിയാണ്. അതേപോലെ അന്നും മദീനയിലേക്ക് പോകാത്ത ആളാണ്. ഇപ്പൊ മദീനയിലേക്കുള്ള എല്ലാ ഊടുവഴികളും ശരിക്കും അറിയുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൂട്ടുകയാണ്. അർദ്ധരാത്രി ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ച് ആ ഗുഹയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തുന്നു. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയെ കുറിച്ചറിയാം. അബൂ ഖുഹാഫ എന്ന് പറയുന്ന വല്ലിപ്പ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉപ്പ, അവരെ പരിഹസിച്ചുകൊണ്ട് പറയും, നിന്റെ ഉപ്പ നിനക്കൊന്നും ബാക്കി വെക്കാതെയാണ് കൊണ്ടുപോയത്, നിങ്ങളെക്കാൾ അവന്റെ പ്രിയങ്കരൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അവൻ ഒന്നും ബാക്കി വെച്ചിട്ടില്ല, നിങ്ങളെ ദരിദ്രരാക്കി, രണ്ട് പെൺകുട്ടികൾ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞവരെ ശകാരിച്ചപ്പോ അസ്മാ ഒരു സന്ധിയില് കുറച്ച് കല്ലും ഇരുമ്പ് കൊണ്ട് ഇങ്ങനെ കുലുക്കുകയാണ്. കണ്ണിന് കാഴ്ച ഇല്ലാത്ത ഒരാളാണ്, കാഴ്ച വളരെ കുറഞ്ഞ ആളാണ് അബൂ ഖുഹാഫ എന്നൊരു കുലുക്കിയിട്ട് പറയാൻ, ഈ സഞ്ചിയിൽ മുഴുവൻ സ്വർണ്ണ നാണയം എന്റെ ഉപ്പേരിക്ക് ബാക്കിയാക്കിയിട്ടുണ്ട്. ഇതിലെ പോയി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടു എന്ന് തോന്നിയപ്പോ അബൂജഹൽ കൂട്ടര് ഓടി വരുന്ന വീടേതാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ്. അപ്പൊ അവിടെ രണ്ട് പെൺകുട്ടികളാണ്, ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ചെറിയ കുട്ടിയാണ്. അസ്മാവിനോട് അബൂജഹൽ ചോദിക്കുന്നുണ്ട്, നിന്റെ പിതാവ് അറിയാതെ മുഹമ്മദ് മക്ക വിട്ടു പോവില്ല, അതുകൊണ്ട് എവിടെയാണ് നിനക്കറിയാം, പിതാവ് നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും. ആ രഹസ്യം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് അവരെ. ഒരു തരിമ്പും അവർ വിട്ടുപറഞ്ഞില്ല. അവസാനം അബൂജഹൽ ഒറ്റ അടി അടിക്കാൻ അവരുടെ ചെവിയിൽ നിന്ന് രക്തമൊഴുകുകയും പറകോട്ട് തള്ളിവിടുകയും ചെയ്തു എന്നാണ് അടിയുടെ ആഘാതം. എന്നിട്ട് അസ്മാ ഈ വിവരം പറയുന്നത് കുറെ കാലം കഴിഞ്ഞിട്ടാണ്. അന്ന് രാത്രി ഭക്ഷണം കൊണ്ടുപോയപ്പോ ചെവിയുടെ മുറിവ് കാട്ടിട്ട് ഉപ്പാനോട് പറഞ്ഞില്ല, എനിക്കിന്ന് രാവിലെ അടി കിട്ടിയിട്ടുണ്ട്. കുറെ വർഷങ്ങൾ കഴിഞ്ഞ് അസ്മാ എന്ന് പറയുമ്പോഴാണ് ലോകം എന്നറിയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കുക, അങ്ങനെ സൂക്ഷ്മമായി അബ്ദുല്ലാഹ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ മറ്റൊരു മകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തിയിരുന്നത് ശത്രുക്കളുടെ വിവരങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാനാണ്. ശത്രുക്കളുടെ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കാൻ അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു. ആ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ നടത്തിയത്. അപ്പൊ ആസൂത്രണം എന്ന് പറഞ്ഞാൽ അതിജീവിക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആസൂത്രണം ചെയ്യാൻ അവർക്ക് ശേഷി ഉണ്ടാവുന്നത്. അത് അതിജീവിക്കില്ല. അതിജീവിക്കണമെങ്കിൽ എന്തുവേണം? ആസൂത്രണം ഉണ്ടാവണം. ആസൂത്രണം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. രണ്ടാമത്തെ എന്താണ്? ആസൂത്രണം മാത്രം പോരാ, തദ്ഹിയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്, ത്യാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അബൂബക്കർ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ നബിയും ഹിജ്റ പോകുന്ന സമയത്ത് അവിടെ നേരത്തെ ഹിജ്റ പോയ ആളുകൾ, അതിനുശേഷം വന്ന ആളുകൾ, ഇവർക്ക് വലിയ ത്യാഗങ്ങൾ സഹിച്ച ആളുകളാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹിജ്റ പോകാൻ സ്വന്തം കൈക്കുഞ്ഞിനെ ഭർത്താവിന്റെ ഗോത്രം മാരണത്ത് തട്ടിത്തെറിപ്പിച്ചു കൊണ്ടുപോവാൻ. ഞങ്ങളെ കുട്ടിനെ ഹിജ്റ കൊണ്ടാവാൻ
ഞങ്ങളെ ഗോത്രത്തിന്റെ കുട്ടിയാണ്, നിനക്കുമാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാം. ഉമ്മുസലമ ഒറ്റക്കാണ് പോകുന്നത്. കാരണം സ്വന്തം മകൻ മാറിടത്തൊരു കുട്ടിയെ കൊണ്ടുപോയാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ സാധാരണ കുട്ടിയുടെ പിന്നാലെയോട്, പക്ഷെ ഉമ്മുസലമ ഓടിയത് എങ്ങോട്ടാണ്? മദീനയിലേക്കാണ്. കാരണം ആ കുട്ടിയേക്കാൾ പ്രിയങ്കരം അല്ലാഹു റസൂലും അല്ലാഹു റസൂലുമാണ്. സുഹൈബ് റൂമി വളരെ ചെറുപ്പത്തിൽ മക്കയിൽ വന്ന് ജീവിച്ചാണ്. സുഹൈബ് ബസറക്കാരനാണ്. അദ്ദേഹം റോമക്കാർ തട്ടിക്കൊണ്ടതുപോയത് കൊണ്ടാണ് അദ്ദേഹത്തിന് റൂമി എന്ന് പേര് കിട്ടിയത്. അപ്പൊ യഥാർത്ഥത്തിൽ അദ്ദേഹം മക്കയിൽ വന്ന് ചെറുപ്പത്തിൽ ബിസിനസ് നടത്തി, കച്ചവടം നടത്തി, വലിയ ലാഭം ഉണ്ടാക്കി, സ്വത്തുക്കൾ ഉണ്ടാക്കി, അതെല്ലാം പാണ്ടക്കെട്ടുകളിലാക്കി ശത്രുക്കളുടെ കണ്ണുവെട്ടി ചർദ്ദരാത്രി ഹിജറ പോകുന്ന സുഹൈബിനെ ശത്രുക്കൾ വലയം ചെയ്യുക. സുഹൈബ് നിങ്ങൾക്ക് പോകാം, പക്ഷേ സമ്പത്ത് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഒരു നയാ പൈസ മദീനയിലേക്ക് കൊണ്ടുപോകാൻ നിന്നെ ഞങ്ങൾ അനുവദിക്കില്ല. അതില്ലെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കും, നിന്നെ അനുവദിക്കും. അപ്പൊ ആ ഒട്ടകത്തിന്റെ മുകളിലുള്ള എല്ലാ സമ്പാദ്യവും കഅബയുടെ ചാരത്ത് വെച്ച് സുഹൈബ് റൂമി പറയാ, ഇതിനേക്കാൾ എനിക്ക് പ്രിയങ്കരം അല്ലാഹു റസൂലും അല്ലാഹു റസൂലുമാണ്. ഇതാണ് സുഹൈബ് റൂമിയുടെ ത്യാഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിറവയറുമായിട്ടാണ്, പൂർണ്ണ ഗർഭിണിയാകുമ്പോഴാണ് അസ്മാ ഹിജ്റ നടത്തുന്നത്. മദീനയിലെത്തി അവർ പ്രസവിക്കുകയാണ്. അവരുടെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ മദീനയുടെ കുട്ടി എന്നാണ് ചരിത്രം വിളിക്കുന്നത്. കാരണം അവർ മദീനയിലെത്തി വളരെ ത്യാഗം സഹിച്ചാണ് അവർ ഹിജ്റ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഹിജ്റയുടെ രക്തസാക്ഷി എന്ന് ചരിത്രം വിളിക്കുന്നത് നബിയുടെ മൂത്ത മകൾ സൈനബിനെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത കുട്ടി സൈനബ് ഹിജ്റ പോകുമ്പോ അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അവരെ തടയുന്നു. തടഞ്ഞിട്ട് ഒട്ടകത്തിനെ പിടിച്ചു കുളിക്കുക. അതിന്റെ മുകളിൽ ഒരു കൂടിലാണ് ദൈവീകരിക്കുന്നത്. അവർ പാറക്കെട്ടിലേക്ക് വീണു. അവരെ ഗർഭിണിയായിരുന്നു, ഗർഭം അലസിപ്പോയി, നട്ടലിന് ക്ഷതമേറ്റു. മദീനയിലെത്തി അവർ കിടക്കുക. ദീർഘകാലം കടന്നു. ആ കടന്ന കിടപ്പിൽ ആ കുട്ടിയെ പരിപാലിച്ച പിതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് വിശ്വസിച്ചിട്ടില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് മദീനയിലേക്ക് അദ്ദേഹം വരുന്നത്. അപ്പൊ ആ കുട്ടിയെ നിങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിതാവ് എന്ന നിലയിൽ ലോകത്തെ ഒരു പിതാവിനെ കുറിച്ച് പറയാൻ യോഗ്യതയുള്ള ലോകത്തെ ഒരു നായകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം താൻ ജീവിച്ചിരിക്കെ 6 മക്കളുടെ മയ്യത്ത് നിസ്കരിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 മക്കളെ ഖബറിൽ സംസ്കരിച്ച ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 മക്കളുടെ മയ്യത്ത് കുടിപ്പിച്ചു. അങ്ങനെ പിതാവ് ലോകത്തില്ലേ? അങ്ങനെ പിതാവില്ല. ഒരു മകൾ മാത്രമേ നബിക്ക് ശേഷം മരണപ്പെട്ടിട്ടുള്ളൂ, ബാക്കിയൊക്കെ നബിക്ക് മുമ്പാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ കൂട്ടത്തിൽ ഹിജ്റ പോകുമ്പോ പരിക്ക് പറ്റി. പിന്നെ കുറച്ച് ആ പരിക്കിന്റെ കാരണമായി മരണപ്പെട്ട ആളായതുകൊണ്ടാണ് സൈനബിനെ ഹിജ്റയുടെ രക്തസാക്ഷി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ത്യാഗങ്ങൾ ധാരാളമുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് ഹിജ്റ ആരംഭിച്ചു. ശത്രുക്കളുടെ സ്വത്തെല്ലാം അമാനത്തായി ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം തിരിച്ചേൽപ്പിച്ചു. വളരെ വേഗത്തിൽ പറഞ്ഞ ദിവസം റസൂലിന്റെ അടുത്തെത്തണം. അങ്ങനെ എത്താൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തുന്ന സന്ദർഭത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സമയം കഴിഞ്ഞു, സൂര്യൻ അസ്തമിച്ചു. റസൂൽ പറഞ്ഞു, അലി തിരിച്ചു വരാൻ സാധ്യതയില്ല, നമുക്ക് നമ്മുടെ ദൗത്യവുമായി മുന്നോട്ട് പോകാം. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. ആകാശം ഇരുണ്ട സമയത്താണ് തന്റെ മുന്നിൽ കവിഴ്ന്നൊരാൾ വീഴുന്നത്. നോക്കുമ്പോഴാണ് സ്വന്തം മരുമകനും മകനെ പോലെ വളർത്തിയ അലിയാണ്. ശരീരങ്ങൾ തടിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല, വഴിയിൽ വാഹനം നഷ്ടപ്പെട്ട് അദ്ദേഹം ഓടിയും നടന്നും ക്ഷീണിച്ചവശനായിട്ടാണ് മദീനയിലേക്ക് വരുന്നത്. കാലൊക്കെ നീര് വന്ന് തുടുത്തിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ത്യാഗങ്ങൾ കൂടിയാണ് ലോകത്ത് മുസ്ലിം ഉമ്മത്തിന് അതിജീവിക്കാൻ പര്യാപ്തമാകുന്നത്. അപ്പൊ ഹിജ്റയുടെ രണ്ടാമത്തെ ഗുണമാണ് നിങ്ങൾ എത്ര ത്യാഗം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതാണ്. ത്യാഗം ഇൻവെസ്റ്റ് ചെയ്താൽ ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ചരിത്രത്തിലെ പ്രവാചകന്മാരില്ല, നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർ ഈ ആദർശത്തെ വിജയിപ്പിച്ചത് ഇൻവെസ്റ്റ്മെന്റായി സ്വീകരിച്ച തദ്ഹിയത്താണ്, ത്യാഗമാണ്, സമർപ്പണമാണ്, സന്നദ്ധതയാണ്. ഈ സന്നദ്ധത കൊണ്ടും സമർപ്പണം കൊണ്ടും മാത്രം ജയിക്കില്ല. ഇത് ജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ ഒരാൾക്ക് ഉണ്ടാവണം. ശുഭപ്രതീക്ഷ ഇല്ലാത്ത ആൾ വിജയിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിമധ്യേ സുറാഖത്ത് ഇബ്നു മാലിക് എന്ന് പറഞ്ഞ ഗ്രാമീണനായ അറബി അദ്ദേഹം നബി തടഞ്ഞു നിർത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയാ, സുറാഖ, എന്നെ കണ്ട വിവരം ആരോടും പറയാതിരുന്നാൽ, എന്നെ പിടിക്കാൻ വരുന്ന ആളുകളെ നീ വകഞ്ഞു അവരെ വഴിതിരിച്ചു വിട്ടാൽ നിനക്ക് ഞാൻ തരാൻ പോകുന്ന ഒരു ഓഫർ എന്താ?
കിസ്റായുടെ പേർഷ്യ രാജാവിന്റെ കയ്യിലുള്ള സ്വർണ്ണവളകൾ നിന്റെ കയ്യിലെത്തുന്ന കാലം വിദൂരമല്ല. പറയാ, അങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞ ആ സമയത്ത് കോമൺ സെൻസിൽ ഒരാൾ ചിരിക്കും. സ്വന്തം നാട്ടിൽ ഗതി കിട്ടാതെ വേറെ നാട്ടിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ പറയാം, കിസ്റായുടെ സ്വർണ്ണവളകൾ നിനക്ക് തരാം. സുറാക്ക് ചിരിക്കാൻ പറ്റില്ല. കുതിരയുടെ 4 കാലുകളും ഭൂമിക്കടിയില്ല. വിശ്വസിക്കില്ലാതെ നിവൃത്തിയില്ല. അങ്ങനെ സുറാക്ക് പറഞ്ഞു. അന്നേ സമ്പത്തിനോട് ആർത്തിയുള്ളാണ് സുറാഖത്തുമാരി. അല്ല നബിയോടുള്ള വിരോധം കൊണ്ടുവന്നതല്ല, 100 ഒട്ടകത്തുള്ള ആർത്തി കൊണ്ടുവന്നതാ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എഴുതി തരണം. അങ്ങനെ പറഞ്ഞാൽ പോരാ, എഴുതി തരണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നിന്നെ കണ്ട വിവരം ഞാൻ പറയില്ല, നിന്നെ അന്വേഷിച്ചു ഒരാളുകളുടെ വഴി ഞാൻ മുടക്കും. ഇത് 2 കാര്യം നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു തരാം. ഇത് രണ്ടും ഭംഗിയായി സുറാഖ് ചെയ്തു. അബൂബക്കർ റളിയല്ലാഹു എഴുതി കൊടുത്തു. ഈ എഴുത്തുമായിട്ടാണ് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് പേർഷ്യ ജയിച്ചടക്കുമ്പോ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ആര് വരുന്നത്? സുറാഖത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയായി ഇസ്ലാം സ്വീകരിച്ച. അപ്പൊ അങ്ങനെയുള്ള പ്രതീക്ഷ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖന്തക്കിന്റെ യുദ്ധ സമയത്ത്, യാമുൽ അഹ്സാബിന്റെ സമയത്ത് കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഒരു പാറ വെട്ടിയിട്ട് മുറിയുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ആവലാതി പറയാൻ, ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്ത് ഞങ്ങൾ വർക്ക് ചെയ്തു, ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല, വിശന്ന് വളരുന്നുണ്ട്, പട്ടിണിയാണ്. നബിയെ, ഞങ്ങളെ ഈ പാറ ഒന്ന് മുറിക്കാൻ നിങ്ങളും കൂടി സഹായിക്കി എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധത്ത് പാറയിൽ വെട്ടുമ്പോ റോമയുടെ കവാടങ്ങൾ, യമനിന്റെ കവാടങ്ങൾ, പേർഷ്യയുടെ കവാടങ്ങൾ എനിക്ക് മുന്നിൽ കാണിക്കപ്പെട്ടു എന്ന് പറയാൻ. ആര്? പട്ടിണി കൊണ്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ മനുഷ്യര് റോമയുടെ കവാടം കീഴടക്കുന്ന സ്വപ്നം കാണാൻ ഈ പ്രതീക്ഷ ഹിജറയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ടാണ് ഖലീൽ അബൂ യഹ്യ എന്ന് പറയുന്ന 20 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ പറയാൻ കഴിയുന്നത്, നിർഭയരായി ഖുദ്സിന്റെ മുറ്റത്ത് ഞങ്ങൾ സുജൂദ് ചെയ്യുന്ന കാലം വരും. നിർഭയരായി ഖുദ്സിന്റെ മുറ്റത്ത് സുജൂദ് ചെയ്യുന്ന ഒരു കാലം ഞങ്ങൾക്ക് വരും എന്ന് പറയാൻ കഴിയുന്നത് പേർഷ്യ കിസർ. നമുക്കറിയാം, ഈ അടുത്ത് മലയാളത്തിൽ പുറത്തിറങ്ങിയ യഹ്യ സിൻബാദിന്റെ ഒരു നോവലുണ്ട്. നോവൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഥ തന്നെയാണ്. അത് നോവലാക്കി മാറ്റിയതാണ്. അതിൽ കുറച്ച് ഇമാജിനേഷൻ ചേർത്ത് മാത്രം ഒരു നോവലാക്കിയതാ. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പറയുന്ന കാര്യത്തിൽ, ചെറുപ്പത്തിൽ ഞങ്ങളെ ഉസ്താദ് ഖുദ്സ് കാണാൻ കൊണ്ടുപോയി, മസ്ജിദുൽ അഖ്സ കാണാൻ കൊണ്ടുപോയി. അപ്പൊ ഞങ്ങളൊക്കെ മദ്രസ ടൂർ പോയ വകയിൽ ഞങ്ങൾ ഖുദ്സ് കാണാൻ പോവാണ്. അപ്പൊ ഇബ്രാഹിം എന്ന് പറയുന്ന ഞങ്ങളുടെ ബന്ധുവും ഞങ്ങളുടെ മതാധ്യാപകനുമായ അദ്ദേഹം ഖുദ്സിനെ കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് ഖുദ്സിന്റെ പ്രത്യേകത പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി അമ്പിയാക്കൾ മുഴുവൻ മഖ്ബൂമായി നിസ്കരിച്ച ഭൂമിയിൽ ഒറ്റ ദേശമേ ഉള്ളൂ, അതാണ് മസ്ജിദുൽ അഖ്സ. വേറെ സ്ഥലത്തിന് പ്രത്യേകതയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓരോ ഖുദ്സിന്റെ പ്രത്യേകത, ഒരാൾക്ക് പുണ്യം ഉദ്ദേശിച്ച് പോകാൻ പറ്റുന്ന 3 ഹറമുകളിൽ ഒന്നാണ്. ഖുദ്സിനെ വിശദീകരിച്ചിട്ട് അവസാനം അദ്ദേഹം പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലേക്കുള്ള പ്രയാണം ബൈത്തുൽ മഅ്മൂറിലേക്കും സിദ്റത്തുൽ മുൻതഹയിലേക്കും നബി നടത്തിയ യാത്ര ഖുദ്സിൽ നിന്നാണ്. സ്വർഗത്തിലേക്ക് ആരെങ്കിലും യാത്ര ഉദ്ദേശിച്ചാൽ ഭൂമിയിൽ അവന്റെ ഇടത്താവളമാണ് മസ്ജിദുൽ അഖ്സ. ഈ ഒരൊറ്റ വാക്കാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന തന്റെ ഉസ്താദ്, ഈ യഹ്യ സിൻബാർ എന്ന് പറയുന്ന ഇന്നും ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ പോരാളികളുടെ നേതാവുമായ ഇദ്ദേഹത്തെ അങ്ങനെ ആക്കി തീർക്കുന്നതിൽ ഈ ഉസ്താദിന്റെ ഒരു വാക്കുണ്ട്. മസ്ജിദുൽ അഖ്സ ഭൂമിയിലെ സ്വർഗത്തിലേക്കുള്ള ഇടത്താവളമാണ്. ഇടത്താവളം എന്ന് പറഞ്ഞാൽ ഖുദ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം നടക്കുമ്പോ അതിന് അനുകൂലിക്കുന്ന ആളുകൾക്കാണ് ഇടത്താവളം ഉണ്ടാവുക. നിങ്ങൾ ആരെ ഭാഗത്ത് നിൽക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇങ്ങനെ ഖുദ്സിന് വേണ്ടി പോരാടുന്ന ആളുകൾ, ഇസ്മായിൽ ഹനിയുടെ പ്രഭാഷണം നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അപ്പോൾ ബ്രീഫിംഗ് കേൾക്കുന്നുണ്ട്. അവരിലൊക്കെയുള്ള ആത്മവിശ്വാസത്തിന്റെ ഒരു എനർജി എത്ര വലുതാണ്. മോചിപ്പിക്കും, ഞങ്ങൾ എന്തായാലും വിജയിക്കും. ഏത് സമയത്താണ് ഇത് പറയുന്നത്? നല്ല ചുമ ഭക്ഷണമില്ലാത്ത സമയത്ത്, എല്ലാവരും പട്ടിണിയിലായ സമയത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വെള്ളമില്ലാത്തത് കൊണ്ട് 10,000-കണക്കിന് സ്ത്രീകൾ തലമുണ്ടനം ചെയ്തിരിക്കാൻ, മുടി കഴുകാൻ കഴിയുന്നില്ല, തലമുണ്ടനം ചെയ്തിരിക്കാൻ. ചെറുപ്പക്കാരുടെ മുതുക് പോലും വളഞ്ഞിരിക്കുകയാണ്, പട്ടിണിക്കാരുടെ മുതുക് പോലും വളഞ്ഞിരിക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിശ്ചയദാർഢ്യത്തോടു കൂടി, പ്രതീക്ഷയോട് കൂടി പറയാൻ കഴിയുന്നത് മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രതീക്ഷ നിർഭരമായ ലോകത്തിനു വേണ്ടി പണിയെടുക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ ഭൂമിയിൽ പുലരും എന്ന് ഉറച്ചു വിശ്വസിക്കുക എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് നമുക്കറിയാം. ഇങ്ങനൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വിജയിച്ചു കൊള്ളണമെന്നില്ല. നമ്മുടെ ദൗത്യം സമ്പൂർണമായ വിജയത്തിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. റബ്ബിന്റെ സഹായമില്ലാതെ
അള്ളാഹുവിന്റെ സഹായത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ നടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഹിജ്റയ്ക്ക് വഴിമധ്യേ പ്രാർത്ഥിക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാൻ, നബിയെ, എന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രയാസവുമില്ല, ഹൃദയത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രയാസവുമില്ല. എന്നാലും പിടിച്ചാലും വധിച്ചാലും പിടിച്ചുകൊണ്ടുപോയാലും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങളെ പിടിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന സമയത്ത് ഇതിനാണ് അബൂബക്കർ, നീ ബേജാറാവുന്നത്, അല്ലാഹ് നമ്മുടെ കൂടല്ലേ, നമ്മുടെ കൂടല്ലേ. മൂസാ അലൈഹിസ്സലാമിനെ രക്ഷിച്ചുകൊണ്ടുവന്ന ബനൂ ഇസ്രായേൽ തള്ളി പറഞ്ഞു, ഇന്നാലഹു തുറക്കും, മൂസാ ഞങ്ങൾ പിടിക്കപ്പെടാൻ പോയാൽ വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ടിയില്ലല്ലോ എന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന സമുദായം മൂസാ അലൈഹിസ്സലാമിനെ തള്ളി പറഞ്ഞ മൂസാ അലൈഹിസ്സലാം, ഇന്ന റബ്ബി മഈ സയഹ്ദി, അല്ലാഹുവിന്റെ കൂടെ അതൊരു വഴി കാണിച്ചു തരും, അതൊരു വഴി കാണിച്ചു തരും. ഈ അള്ളാഹുവിനെ ഇടപെടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നസറകുമുല്ലാഹു ബിബദരി വഅൻതും മദില്ല, ബദറിൽ നിങ്ങൾ വളരെ ദുർബലരായപ്പോൾ അല്ലാഹു സഹായിച്ചു. എങ്ങനെ സഹായിച്ചത്? പ്രാർത്ഥിച്ചിട്ട് അല്ലാഹുവിനെ വരുത്താൻ. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തെ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിയാൻ വളരെ ദൂരത്തും മരത്തിലൊരു തെറ്റാലുണ്ടാക്കി അത് പ്രത്യേകമായി വിദഗ്ധരെ കൊണ്ടുവന്ന് ദിവസങ്ങളെടുത്ത് നിർമ്മിച്ച തെറ്റാലിയാണ്. ആ തെറ്റാലിയിൽ മനുഷ്യനെ ഇരുത്തിച്ചുവിടണം, അല്ലാതെ നമ്മൾ അവിടെ വെക്കുന്നത് പോലെ വെച്ചാൽ പോരാ. അങ്ങനെ അതിന് തെറ്റാലി ഉണ്ടാക്കി അഗ്നികുണ്ഡാരത്തിലേക്ക് പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ താങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കൈ പിടിച്ചിട്ട് പറയാം, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയാം, അല്ലാഹ് വരണം, നിന്നെ ഞാൻ വിളിച്ചിട്ടില്ല, അല്ലാഹ് വരട്ടെ, അല്ലാഹ് വരട്ടെ എന്ന് പറയുന്ന ആ സമയത്ത് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ കിട്ടിയതാണല്ലോ. രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് കിട്ടിയിട്ടാണോ രക്ഷപ്പെടുത്താൻ പറ്റുക അങ്ങനെ രക്ഷപ്പെടുത്തുക. പുൽക്കൊടി കിട്ടിയാൽ നമ്മൾ തൂങ്ങും. ജിബ്രീൽ വന്നിട്ട് വേണ്ടാന്ന് പറയണമെങ്കിൽ അല്ലാഹ് വരുന്ന ആരും ഉറപ്പുണ്ട്. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഉറപ്പുണ്ട്. അല്ലാഹ് വന്നു, ഇബ്രാഹിം അലൈഹിസ്സലാമിന് അല്ലാഹു തണുപ്പും അതുപോലെ തന്നെ ശാന്തിയും നൽകി, സമാധാനം നൽകി. ഏകദേശം 10-40 ദിവസം അഗ്നികുണ്ഡാരത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഉണ്ടായിരുന്ന തഫ്സീറുകൾ പറയുന്നത് 40 ദിവസം. 41ാമത്തെ ദിവസം പോരുന്ന സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം പറയാം, എന്റെ ജീവിതത്തിൽ ഇത്രയും സുഖസൗകര്യമുള്ള ഒരു ദിവസം ഉണ്ടായിട്ടില്ല. കാരണം സ്വർഗത്തിലുള്ള 40 ദിവസമാണത്, 40 ദിവസമാണ്. ആ അല്ലാഹു ഇടപെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ബദറിലേക്ക് പോകുന്ന സഹാബികളുടെ രംഗം എങ്ങനെയാണ്? പട്ടിണി കൊണ്ട്, വിശപ്പ് കൊണ്ട്, നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞു. നോമ്പ് നിർബന്ധമില്ല, നിങ്ങൾ മുറിച്ചോളൂ. പക്ഷെ ഭക്ഷണം കേൾക്കില്ല, ഭക്ഷണമില്ല. പല ആളുകൾക്കും സ്വല്പം ഭക്ഷണമാണ്, പലരും തളർന്നിരിക്കുകയാണ്, നടക്കാൻ കഴിയില്ല. എന്നിട്ട് പല ആളുകളെയും വഹിച്ചിട്ടും ഏറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത്. എവിടേക്കാണ്? യുദ്ധത്തിന്. ആ മനുഷ്യർ യുദ്ധം തുടങ്ങിയപ്പോ എങ്ങനെയാ? അവര് പർവ്വതങ്ങളായി തീർന്നതാണ്. ഏത് കഴിഞ്ഞു കിടന്നിരുന്ന മനുഷ്യർ ഉന്തിയിട്ട് നീങ്ങില്ല, തള്ളിയിട്ട് മാറില്ല. കാരണം എങ്ങനെ അവരങ്ങനെ ആയതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് നിർത്താതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ റസൂൽ ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് രാത്രി ഇരിക്കുന്നത്. മടല് നനഞ്ഞിട്ടുണ്ട്. നബിയുടെ ചുമലിൽ പിടിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാം, നബി, ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അല്ലാഹ് നമ്മളെല്ലാം ആരെയാണ് സഹായിക്കുക? അപ്പോൾ നബി പറയാൻ, ആയിട്ടില്ല അബൂബക്കർ, അല്ലാഹ് ഒരു ഉറപ്പ് തന്നിട്ടില്ല. എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോ അന്ന് ഇറങ്ങി വരാതെ പറഞ്ഞപ്പോൾ അല്ലാഹു വരാമെന്ന് അല്ലാഹ് ഉറപ്പ് തന്നിട്ടുണ്ട്, സന്തോഷ വാർത്ത അറിയിക്കൂ അബൂബക്കർ എന്ന് പറഞ്ഞിട്ടാണ് യുദ്ധം തുടങ്ങുന്നത്. അപ്പൊ അല്ലാഹ് വരിക എന്ന് പറയുന്ന പ്രതിഭാസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രംഗപ്രവേശം ചെയ്യണമെങ്കിൽ അല്ലാഹുവിനെ കൊണ്ടുവരേണ്ട ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 3-4 കാര്യങ്ങളിൽ അല്ലാഹു ഒരു വൺഡേ പരിപാടിയില്ല. അല്ലാഹു കണ്ടാൽ ഒരാളെ സഹായിക്കില്ല. അല്ലാഹുവിനെ സഹായിച്ചാലല്ലാതെ അല്ലാഹ് ഞങ്ങളെ സഹായിച്ചാൽ സഹായിക്കും. എന്നെ ഓർത്താൽ ഞാൻ ഓർക്കും. ഇതാ ദഅാനി, എന്നെ നിങ്ങൾ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും, വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ശുക്ർ ചെയ്താൽ അധികരിപ്പിച്ചു തരും. ഇത് 4 അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് മാത്രമുള്ളതാണ്.
ഇങ്ങോട്ട് മാത്രമല്ല, ഭൂമിയിൽ ഏറ്റവും നന്ദി കെട്ട മനുഷ്യൻ പ്രാർത്ഥിക്കാത്തവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥിക്കാൻ കഴിയില്ല. ഉറപ്പോടുകൂടി നിങ്ങൾ പ്രാർത്ഥിച്ചോ അന്ന് ഉത്തരം നൽകും. ഇജാബത്ത് കിട്ടുന്ന ഉറപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. സംശയമായി പ്രാർത്ഥിക്കരുത്, ആ പ്രാർത്ഥന സ്വീകരിക്കില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലെ ഇറങ്ങി വരുമെന്ന് ഉറപ്പിലാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന അല്ലാഹു ഇറങ്ങി വന്നു. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും മസില്ല. അല്ലാഹു ഇറങ്ങി വന്നപ്പോൾ വളരെ ദുർബലരായ മനുഷ്യർ പ്രതാപവാന്മാരെ വിജയികളായി തിരിച്ചുപോയി. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ ഇടപെടൽ വളരെ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടൽ ഹിജ്റത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും പ്രധാനമായി നമുക്കുള്ള ഒരു ഗുണപാഠം, നമ്മുടെ കാര്യങ്ങളിൽ ദൗത്യത്തിൽ അല്ലാഹുവിനെ രംഗപ്രവേശം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടി പ്രാർത്ഥന അനിവാര്യമാണ്. സ്വന്തം കഴിവ് കൊണ്ട് ജയിക്കില്ല, സ്വന്തം ഫലം കൊണ്ട് നമ്മൾ ജയിക്കില്ല, സ്വന്തം ശക്തി കൊണ്ട് നമ്മൾ മറികടക്കില്ല. അല്ലാഹുവിന്റെ സഹായമില്ലാതെ. അതുകൊണ്ട് ലോകത്തെ അതിജീവന ചരിത്രം, ഇസ്ലാമിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ അള്ളാഹ് സഹായിച്ചിട്ടുണ്ട്. അള്ളാഹ് സഹായിച്ച ചരിത്രം ധാരാളം നമുക്കറിയാം. ബദറിൽ മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഗസയിലെ പോരാട്ടത്തിൽ വളരെ വലിയ ദുഃഖമുണ്ട്. നിങ്ങൾക്കത് കേട്ട് പരിചയമില്ലാത്ത ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴും ധാർമ്മികമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത ഗസയിലെ ജനതയാണ്. ബ്രിഗേഡിയർ എത്ര ആളുകളാണ് രക്തസാക്ഷികളായത്? വിരലിലെണ്ണാൻ പറ്റുന്ന ആളുകളാണ്. അതിന്റെ 4 ഇസ്രായേൽ സൈന്യം കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരപരാധികളായ ആളുകൾ കൊല്ലുന്നത് നോക്കണ്ട. കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലാൻ ആർക്കും കഴിയും. എത്ര കുട്ടികളെയാണ്, എത്ര കുഞ്ഞുങ്ങളെയാണ്, എത്ര വൃദ്ധരായ മനുഷ്യരെയാണ്. ഇത് നാം മനുഷ്യരോ അല്ലാഹുവേ നിനക്ക് നന്ദി, നിനക്ക് സ്തുതി. എന്തിന്? സ്വന്തം ഭർത്താവ് രക്തസാക്ഷിയായതിന്റെ പേരിൽ, സ്വന്തം മകൻ രക്തസാക്ഷിയായതിന്റെ പേരിൽ. നിങ്ങൾ പറയുന്നത് ജനതയെ തോൽപ്പിക്കാൻ കഴിയില്ല. അത് ആന്തരികമായി കരുത്ത് ചോരാതെ ലോകത്തെ എല്ലാ പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കുന്ന ഒരു ജനതയാണ് അവർ. ആ ജനതയ്ക്ക് ആന്തരിക ബലം നൽകിയതാണ്. എല്ലാ കാലത്തും ഉണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാം, എന്നോട് അല്ലാഹു പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കാം, ഉമർ നിനക്ക് എന്ത് വേണം, എന്ത് വേണമെങ്കിലും ചോദിച്ചോ എന്ന് അല്ലാഹുവിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞാൽ അല്ലാഹുവിനോട് ഞാൻ പറയും, അല്ലാഹുവേ ഭൂമി നിറയെ അബൂ ഉബൈദമാരെയും മുആദ് ബിൻ ജബൽമാരെയും ഉണ്ടാക്കണം. വേറെ ആവശ്യം ഖത്താബിന്റെ മകനില്ല. ഒരു ആഗ്രഹം പറഞ്ഞാൽ നടന്ന കാര്യമില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഈ ആഗ്രഹവും ഈ സ്വപ്നവും പറഞ്ഞതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അബൂ ഉബൈദമാരും മുആദ് ബിൻ ജബൽമാരും സഅദ് ബിൻ മുആദുമാരും മുസ്അബ് ബിൻ ഉമൈറുമാരും ഉള്ള ഒരു ദേശം ഇന്ന് ലോകത്തുണ്ട്. അതാണ് ഗസ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ജനത അള്ളാഹുവിന്റെ സഹായത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ നമുക്ക് അഭിമാനബോധം ഉണ്ടാവുക. ഇസ്ലാമിന് അത്യുന്നതിയിൽ എത്തിക്കാനുള്ള പരിശ്രമം ഉണ്ടാവുക. അള്ളാഹുവിന്റെ വചനങ്ങൾ ഭൂമിയിൽ സ്ഥാപിക്കുവാനുള്ള ത്വര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. വെറുതെ നടത്തുന്ന ദൗത്യമല്ല, വെറുതെ നടത്തുന്ന യാത്രയല്ല, പലായനങ്ങളല്ല. അള്ളാഹുവിന്റെ വ്യവസ്ഥ ഭൂമിയിൽ പുലരാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അള്ളാഹുവിന്റെ കലിമത്ത് ഭൂമിയിൽ ഉയർന്നു നിൽക്കാനുള്ള പരിശ്രമമാണ്. അതാണ് പറയാൻ, വസ്ത്രം കൊണ്ട്, വാഹനം കൊണ്ടൊന്നും നമുക്ക് പ്രതാപം ഉണ്ടാവില്ല. നമുക്ക് പ്രതാപം തിരിച്ചു നൽകിയത് ഇസ്ലാം വഴിയാണ്. രാവിലെയും വൈകുന്നേരവും ചെല്ലൽ സുന്നത്തായ ദിക്റുണ്ട്. റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ. ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ റസൂൽ അല്ലാഹുവിനെ റബ്ബായി വിശ്വസിച്ചു എന്നല്ല, നബി മുഹമ്മദ് നബിയായി വിശ്വസിച്ചു എന്നല്ല, ഇസ്ലാമിനെ ദീനായി വിശ്വസിച്ചു എന്നല്ല, തൃപ്തിപ്പെട്ടു എന്നാണ്. വിശ്വസിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് തൃപ്തിപ്പെടുക എന്ന് പറയുന്നത്. തൃപ്തിപ്പെട്ടാൽ കുറച്ച് റിസ്ക് ഉണ്ടാവും. വിശ്വസിക്കുക വേറൊരു മുസ്ലിം ആയതുകൊണ്ട് റിസ്ക് ഉണ്ടാവില്ല. നിങ്ങളാണ് ഡൽഹിയില് ഡിയുവിൽ ഏറ്റവും കൂടുതൽ ABVP ആക്രമണം മുസ്ലിം വിദ്യാർത്ഥികൾ നേരിടുന്ന കാലത്ത് അവിടെ മുസ്ലിം വിദ്യാർത്ഥികളുടെ യോഗം വിളിച്ചപ്പോ 110 ആളുകൾ വന്നു. എല്ലാവരും മഫ്തഡ് ആളുകളാണ്. മഫ്തഡ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല പറയുന്നത്. അവിടെ മഫ്തഡ് കാര്യമുള്ള കാര്യം, പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ മഫ്ത ധരിച്ച കുട്ടിയുടെ പിന്നാലെ ജയ് ശ്രീരാം വിളിച്ചിട്ട് ആളുകൾ പാഞ്ഞെടുക്കുക.
അടുക്കള സമയത്ത് തിരിഞ്ഞു നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറയാൻ ആ കുട്ടിക്ക് നൽകിയ ആ ധൈര്യത്തിനാണ് റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ. അതാണ് പറയുന്നത്, ഈ വികാരവും നമുക്ക് ഉണ്ടാവണമെങ്കിൽ അല്ലാഹു വിശ്വസിക്കാരെ കിട്ടും. തൃപ്തിപ്പെടണേ കുറച്ച് റിസ്ക്കാണ്. റിസ്ക് എന്ന് പറയാ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നമുക്ക് പലിശക്ക് പണം കിട്ടി വീട് പൂർത്തിയാക്കാൻ പലിശക്ക് പണം ഇഷ്ടം പോലെ ലോൺ കൊടുക്കാൻ വേണ്ട നിങ്ങളെ തീരുമാനിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഇസ്ലാമാണ്, അള്ളയാണ്, ദീനാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒഴിവാക്കണം. കഷ്ടപ്പെട്ടിട്ടല്ല ഒഴിവാക്കേണ്ടത്. ഇഷ്ടപ്പെട്ട് ഒഴിവാക്കുമ്പോ ത്യാഗം വളരെ ബെസ്റ്റാണ്, റിസ്ക് കൂടുതലാണ്. ആ റിസ്ക് എടുക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിൽ തൃപ്തി ഉണ്ടാവുക. അള്ളയും റസൂൽ അള്ളാഹു മുഹമ്മദ് നബിയും ഇസ്ലാമും നമ്മുടെ അഭിമാനത്തിന്റെ ചിഹ്നങ്ങളായി മാറുക. ഈ അഭിമാനത്തിന്റെ ചിഹ്നങ്ങളായി ഇന്ന് വിശുദ്ധ ഖുദ്സിന്റെ മോചനത്തിനു വേണ്ടി പോരാടുന്ന ജനത ജീവിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പട്ടിണിയും പരിവട്ടങ്ങളുമായി, പ്രയാസങ്ങളും പരിമിതികളുമായി. എത്രത്തോളം പ്രയാസങ്ങള് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രാവിലെ അല്പം ക്യാമ്പിൽ നിന്ന് മാറി നിന്നാൽ തിരിച്ച് ആ ക്യാമ്പിൽ അഭയാർത്ഥി ടെന്റിലേക്ക് തിരിച്ചു വരുമ്പോൾ ടെന്റ് തന്നെ കാണില്ല. എല്ലാവരും മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ഒരു ലോകത്ത് ഇസ്ലാമിക ആത്മാഭിമാനത്തിന്റെ ചിഹ്നമായി മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു ജനത ജീവിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് നമ്മളെ പര്യാപ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗുണപാഠങ്ങൾ നൽകുന്ന ഒന്നാണ് ഹിജ്റത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വസിക്കുന്ന ആദർശത്തിന് വേണ്ടി അള്ളാഹുവിന്റെ കലിമത്ത് ഭൂമിയിൽ അതിന്റെ പൂർണ്ണതയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ ത്യാഗപൂർണമായ യാത്രയാണ് ഹിജ്റ. ത്യാഗപൂർണമായ യാത്രയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ പരിശോധിക്കേണ്ടത് ഹിജ്റയിൽ നമുക്ക് കിട്ടിയ ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രയാസങ്ങളും അതിജീവിക്കാൻ നമുക്ക് ഇന്ധനവും പ്രയാസങ്ങൾ അതിജീവിക്കാനുള്ള ഇന്ധനമായി ഹിജ്റയിലെ ഗുണപാഠങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ്. അത് ചെറുതും വലുതുമായ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കാനുള്ള ശേഷി ഹിജ്റയുടെ ഗുണപാഠങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കുക. ഹിജ്റയുടെ ഗുണപാഠങ്ങൾ നേടിയെടുക്കുക. അത് ലോകത്ത് നേടിയെടുത്ത ജനത ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അവരുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കുക. അവരുടെ ഓരോ മനുഷ്യരുടെയും ചരിത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ വലിയ അധ്യായങ്ങളാണ്. പ്രവാചകന്മാരുടെ കാലം കൂടെ ജീവിച്ച സഹാബികളെ കാണണമെന്നുണ്ടെങ്കിൽ പ്രവാചകന്മാരുടെ ത്യാഗ മനോഭാവങ്ങളെ നിങ്ങൾക്ക് വീണ്ടും ഒരു സ്ക്രീനിൽ മുഴുവൻ കാണണമെങ്കിൽ അന്ന് കാണാൻ പറ്റുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യരുടെ ത്യാഗത്തിന് നമ്മൾ അർത്ഥതലങ്ങളില്ലാത്ത ആഴമുള്ള ത്യാഗങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സ്നേഹിക്കുന്ന ഒരു ജനത, പ്രവാചകനെയും അള്ളാഹുവിനെയും ഇസ്ലാമിനെയും നെഞ്ചോട് ചേർക്കുന്ന ഒരു ജനത ജീവിക്കുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ അതിൽ ആത്മാഭിമാന ബോധമുണ്ടായി. ആ ആത്മാഭിമാനത്തെ അള്ളാഹുവിനെയും റസൂലിനെയും ഇസ്ലാമിനെയും അവരുടെ കലിമത്തുകളെയും ഷിആറുകളെയും ഭൂമിയിൽ സ്ഥാപിക്കുവാനുള്ള ത്യാഗപൂർണമായ ജീവിതത്തിന് തയ്യാറാവുകയാണ് ഹിജ്റത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്, പര്യാപ്തമാക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ ഏർപ്പെടുക. ജഗന്നിയന്താവത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ വീഴ്ചകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന ഫലസ്തീനിലെ നമ്മുടെ സഹോദരിമാർ അള്ളാഹു അവർക്ക് കൺകൂടിയുള്ള വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا اتنا من لدنك رحمة وهيئ لنا من امرنا رشدا ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.